ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. കുറച്ച് നാൾ മുന്നേ അമ്മ ഒറ്റപ്പാലത്ത് വന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ അടുത്തുള്ളൊരു കടയിൽ പോയിട്ടുണ്ടായിരുന്നു. ഈ വഴി കാണുന്നവർക്കൊക്കെ മനസ്സിലാവും, ഒറ്റപ്പാലത്തുള്ളവർക്ക് മനസ്സിലാവും എങ്ങോട്ടാണ് പോകുന്നതെന്ന്. വേറെ ഒരിടത്തല്ല, ഇവിടെ AR ഹാൻഡ്ലൂംസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹാൻഡ്ലൂംസ് ഉണ്ട്. സംഭവം ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫേമസ് ആയിട്ടുള്ളൊരു ഷോപ്പാണ്. ഒരുപാട് ആൾക്കാർക്ക് അറിയാവുന്ന ഒരു ഷോപ്പാണ് AR ഹാൻഡ്ലൂംസ് കുത്താമ്പുള്ളിയിലുള്ള. ഞങ്ങളുടെ ഇവിടെ നിന്ന് അടുത്തായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇടയ്ക്ക് പോകാറുണ്ട്. ഓണമൊക്കെ വരുന്ന സമയത്ത് ഇവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യാറുണ്ട്. അപ്പോൾ അമ്മ ഇത്തവണ വന്നപ്പോൾ അമ്മയ്ക്ക് കുറച്ച് സാരിയൊക്കെ മേടിക്കാനുണ്ടായിരുന്നതുകൊണ്ട് അങ്ങോട്ട് പോകാമെന്ന് കരുതിയതാണ്. അങ്ങനെ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യമൊക്കെ വരുന്ന സമയത്ത് കുഞ്ഞ് ഷോപ്പായിരുന്നു, ഇപ്പോൾ ഇത് വലുതാക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെയൊക്കെ ഞങ്ങളുടെ കുറേ ഷോ ഓഫ് ഉണ്ടായിരുന്നു. കുറേയധികം ഫോട്ടോസ് കാര്യങ്ങൾ ഞാൻ അവരെ കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്നിട്ട്. അത് പിന്നെ അങ്ങനെയാണല്ലോ, നല്ലൊരു മിറർ കണ്ടാൽ ആർക്കായാലും ഫോട്ടോ എടുക്കാൻ തോന്നും. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ കുറേ അധികം ഫോട്ടോസും വീഡിയോസും അവിടെ നിന്നിട്ട്, കാരണം ഞങ്ങൾക്കൊന്നും മേടിക്കാനില്ല, എനിക്കൊന്നും മേടിക്കാനില്ലായിരുന്നു അവിടെ നിന്ന്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ അവിടെ മേടിക്കുന്ന സമയത്ത് ഞാനും അവനും കൂടെ ഇവിടെ ഫുള്ള് ഈ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുപ്പായിരുന്നു. അവിടെ കുറേ അധികം മിറർ വെച്ചിട്ടുണ്ടായിരുന്നു. എവിടെയൊക്കെ പോയി നിന്ന് ഫോട്ടോ എടുത്തതെന്ന് എനിക്കറിയത്തില്ല, കുറേ അധികം സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടാളുടെയും ഷോ ഓഫ് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഒറ്റയ്ക്കുള്ളൊരു ഷോ ഓഫായിരുന്നു. സംഭവം പർച്ചേസൊക്കെ കഴിഞ്ഞ് അവരിത് ഈ സാധനമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ ഒരാളിനെ അവരൊരു സ്റ്റാഫിനെ നമ്മുടെ കൂടെ വിടും അവർ. അപ്പോൾ ഞങ്ങൾക്ക് ഈ ചേച്ചീനെ കിട്ടിയത്. അപ്പോൾ അവർ തന്നെ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അതൊക്കെ അവർ തന്നെ ഏത് ഫ്ലോറിലാണെങ്കിലും അവിടെ കൊണ്ടുപോയി എടുത്തു തരും. അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ആ ചേച്ചിയെ വന്നത്. അങ്ങനെ അവർ പോയിട്ട് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് ഇവിടെ വീഡിയോ എടുത്തിട്ടും പിന്നെ ഇടയ്ക്ക് എന്തൊക്കെയാണ് എടുക്കുന്നതെന്ന് പോയി നോക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് തിരിച്ചു വരും. അങ്ങനെയായിരുന്നു. ഞാനും ഇസയും കൂടെ ലാസ്റ്റ് ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവളുടെ മാരേജിന് ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ എല്ലാവർക്കും സാരി എടുക്കാൻ ഞാനിവിടെ വന്നത്. ഞാനാണ് എടുത്തത്. എല്ലാവരും പൈസ ഇട്ട് തന്നിട്ട് അങ്ങനെ ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് തളർന്ന് നിന്ന് എനിക്കും ഇസയ്ക്കും പിന്നെ പർച്ചേസ് ചെയ്ത അമ്മയ്ക്കും ഒക്കെ അവർ ചായയും സ്നാക്സും തന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ആ ഷോപ്പിൻ്റെ താഴത്ത് തന്നെ ഇങ്ങനെ അവർ വരുന്നവർക്കൊക്കെ അവർ കൊടുക്കാറുണ്ട് സ്നാക്സൊക്കെ. കഴിഞ്ഞ് നമ്മൾ പോയപ്പോഴും ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇസയ്ക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് അവർ ജ്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ചായ മതി പറഞ്ഞിട്ട് അങ്ങനെ ചായയും സ്നാക്സും ഒക്കെ എനിക്ക് തോന്നുന്നു അവിടെ വരുന്ന കുറേ ആൾക്കാർക്ക് അത്യാവശ്യം എല്ലാവർക്കും അവർ കൊടുക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. എനിക്കറിയില്ല അതിൻ്റെ സ്കീം. ഞങ്ങൾക്ക് 2 പ്രാവശ്യം ഞങ്ങൾക്ക് പോയപ്പോൾ കിട്ടിയായിരുന്നു. ഇത് കണ്ടോ, ഇത് അവിടുത്തെ നെയ്ത്തിൻ്റെ ഇതായിരുന്നു. അത് ജസ്റ്റ് അവിടെ അല്ല അവർ ചെയ്യണം, ജസ്റ്റ് ഇതിന് വേണ്ടിയിട്ട് വെച്ചേക്കണതാണ്. ഇടയ്ക്ക് ചെയ്യാറുണ്ടെന്ന് തോന്നുന്നു, അറിയില്ല. അങ്ങനെ അവിടുത്തെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒറ്റപ്പാലം ടൗൺ എത്തി. അപ്പോൾ ഒറ്റപ്പാലത്ത് എത്തിയിട്ട് അവിടെ നിന്ന് ഞങ്ങൾക്ക് പച്ചക്കറിയൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അമ്മമ്മേനെ അവിടെ ഒരിടത്ത് ഇരുത്തിയായിരുന്നു. ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട് അതിൻ്റെ സൈഡിൽ. അപ്പോൾ അമ്മയ്ക്ക് നടക്കാനൊക്കെ പാടില്ലേ. അപ്പോൾ അങ്ങനെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ അമ്മയും കൂടെ പോയി ബാക്കി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ 3 പേരും കൂടെ അവിടെ നിള എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഞങ്ങൾ സ്ഥിരമായിട്ട് പുറത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ വരുമ്പോഴോ ഒക്കെ ഞങ്ങൾ അവിടെ കൊണ്ടുപോകാറുണ്ട്. അല്ലെങ്കിൽ അമ്മ വരുമ്പോഴോ അനിയും വരുമ്പോഴൊക്കെ ഞങ്ങൾ അവിടെ പോയി ഫുഡ് കഴിക്കാറുണ്ട് ഈവനിങ്. അപ്പോൾ അങ്ങനെ പോയി ഫുഡും പിന്നെ ലാസ്റ്റ് അമ്മമ്മയ്ക്ക് ഐസ്ക്രീമൊക്കെ മേടിച്ച് കൊടുത്തിട്ട് ഞങ്ങളിത് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.